നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരുത്തിപ്പറമ്പ് എടപ്പറമ്പിൽ ദാസിന്റെ മകൻ റോഷനാണ് മരിച്ചത്. ഞായർ വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം. ബന്ധുവിനൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ റോഷൻ മുങ്ങിപ്പോവുകയായിരുന്നു. ദേശീയപാതയിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഇടതുവശത്തെ പുറകിലെ 6 ടയറുകളും കത്തിനശിച്ചു. ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ദേശീയപാതയിൽ തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കോനൂർ പാലമുറി കോട്ടവാതിൽ നെടുങ്കോട്ടയുടെ ഭാഗമായി അവശേഷിച്ചിരുന്ന കോട്ടയുടെ മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമരം ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ഈ നെടുങ്കോട്ടയുടെ ഭാഗങ്ങളും പാലമരവും സ്തൂപവുമെല്ലാം. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി. പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റിനെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണം നീളുന്നതിൽ കോടതി അതൃപ്തി അറിയിച്ചു. എന്നാൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ചില രാഷ്ട്രീയക്കാരുടെ പങ്കിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ED അറിയിച്ചു. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. എന്നാൽ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോഴും. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണെന്നും ഒന്നിലധികം പേരെയാണെന്നുമെല്ലാം സൂചനയുണ്ട്. ഇതിലേറെ വലിയ തലവേദനയാകുന്നത് തട്ടിക്കൊണ്ടുപോയെന്ന് ഉറപ്പുള്ള യുവാവ് ആരാണെന്നത് വ്യക്തമായിട്ടില്ലെന്നതാണ്. കോൺഗ്രസ് ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയാണ് എന്ന് ബിനോയ് വിശ്വം. രാഹുലിനെ വയനാട്ടിലേക്ക് അയച്ചത് അതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു. സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ സംഗമം കോഓർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ. ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി. കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ സഭാ ആസ്ഥാനത്ത് അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാകണം നമ്മുടെ വോട്ടെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. അഴീക്കോട് മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP രാജ്യത്തെ മതരാഷ്ട്രമാക്കാനായിട്ടാണ് മത്സരിക്കുന്നത്. CPM തങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പൂപ്പത്തി സോയിസ്റ്റർ സോക്കർ ഫെസ്റ്റിനോടനുബന്ധിച്ച് സെക്യൂരിറ്റി വിഭാഗം കൈകാര്യം ചെയ്യുന്ന കൈരളി കളരി സംഘത്തിന് CR ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന JC കൈമാറി. വിഷ്ണു നമ്പൂതിരിപ്പാട്, മുഹമ്മദ് റാഫി, പ്രദീപ് മണപ്പുറം, CK പുരുഷോത്തമൻ, അനിയൻ അനാമ്പലത്ത്, CP പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.